പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ 8 തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല. തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം, അസ്ഥിസന്ധി തേയ്മാനം, കാൽമുട്ടുവേദന, നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് IPOP സൗകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ, പൊടിക്കിഴി, നവരക്കിഴി, പിഴിച്ചിൽ, ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൗന്ദര്യവർദ്ധക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു. ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായും റീറ്റെയിലായും ലഭിക്കുന്നു. ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി ജംഗ്ഷൻ, കുമിളി. നെടുങ്കണ്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം 2026 ജനുവരി 1, 2, 3 തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വചസ്പതി ബ്രഹ്മശ്രീ M. ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പൊങ്കാല, മുളപ്പയർ ഘോഷയാത്ര, ദേശത്തുടി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും, ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും, ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത് നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു. മകരവിളക്ക് മഹോത്സവത്തിന് നട തുറന്ന ശേഷം ഇന്നലെ 7 മണി വരെ 2,17,288 അയ്യപ്പ ഭക്തർ ശബരീശ ദർശനം നടത്തി. ഇന്നലെ 7 മണി വരെ മാത്രം 69,682 പേരാണ് ദർശനം നേടിയത്. കാനനപാത വഴിയും ശബരീശ തീർത്ഥാടനത്തിന് തിരക്ക് വർദ്ധിക്കുന്നുണ്ട്. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഡിസംബർ 30-ന് ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രം നട തുറന്നതിന് ശേഷം ഇതുവരെ 2,17,288 അയ്യപ്പ ഭക്തർ സന്നിധാനത്തെത്തി. ഡിസംബർ 30-ന് വൈകിട്ട് 5 മണിക്കാണ് നട തുറന്നത്. 57,256 പേരാണ് അന്ന് ദർശനം നടത്തിയത്. വിർച്വൽ ക്യൂവിലൂടെ 20,477 പേരും സ്പോട്ട് ബുക്കിംഗിലൂടെ 4,401 പേരും പുല്ലുമേട് വഴി 4,283 പേരുമാണ് ദർശനം നടത്തിയത്. ഡിസംബർ 31-ന് 90,350 പേർ സന്നിധാനത്തെത്തി. വെർച്വൽ ക്യൂവിലൂടെ 26,870 സ്പോട്ട് ബുക്കിംഗിലൂടെ 7,318 പുല്ലുമേട് വഴി 4,898 പേരും ദർശനം നടത്തി. ഇന്നലെ വൈകുന്നേരം 6:50 വരെ 69,681 പേർ ശബരിമല ദർശനം നടത്തി. ഭക്തർക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യവും ഒരുക്കിയത് അനുഗ്രഹമായി തീർന്നു. ദർശനത്തിനെത്തുന്ന ഭക്തർ സന്നിധാനത്ത് കലാപരിപാടികളും അവതരിപ്പിച്ചാണ് മടക്കം. ഭക്തർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ദർശനത്തിനെത്തുന്ന മറ്റു ഭക്തരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ആസ്വദിക്കുകയും ചെയ്യുന്നു. ദിവസവും ഇവിടെ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. പരിപാടികൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം അവസരവും ഒരുക്കുന്നുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുങ്കണ്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം 2026 ജനുവരി 1, 2, 3 തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വചസ്പതി ബ്രഹ്മശ്രീ M. ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പൊങ്കാല, മുളപ്പയർ ഘോഷയാത്ര, ദേശത്തുടി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും, ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും, ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത് നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു.
ആയുർവേദ ചികിത്സയിൽ 8 തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൗകര്യങ്ങളോട് കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം, അസ്ഥിസന്ധി തേയ്മാനം, കാൽമുട്ട് വേദന, നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് IPOP സൗകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ, പൊടിക്കിഴി, ഞവരക്കിഴി, പിഴിച്ചിൽ, ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൗന്ദര്യവർദ്ധക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു. ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായും റീറ്റെയിലായും ലഭിക്കുന്നു. ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി ജംഗ്ഷൻ, കുമിളി.